എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ 6-ാം വാക്യത്തിൽ വളരെ ശക്തമായ ഒരു പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും, എന്നാൽ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഭാരമുണ്ടായത്. 6-ാം വാക്യത്തിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ചില സത്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു കാര്യമില്ലാതെ മറ്റു പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ കരുണയുള്ള ഒരാളായിരിക്കാം, നാവിന്മേൽ നിയന്ത്രണം കാണാം, വളരെ ഔദാര്യമുള്ള ഒരാളായിരിക്കാം, മറ്റുള്ളവരെ സഹായിക്കുന്നവൻ, വേദപുസ്തകം വായിക്കുന്ന ഒരാൾ, എല്ലാ മീറ്റിങ്ങിലും കടന്നു വരുന്ന ഒരാൾ, ഇങ്ങനെ പല കാര്യവും. നിങ്ങൾ വിശ്വാസത്താൽ അല്ല ജീവിക്കുന്നെങ്കിൽ ഇതെല്ലാം ചെയ്ത ശേഷവും നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരാളായിരിക്കുകയില്ല. വിശ്വാസത്തിൽ ജീവിക്കുന്നതിൻ്റെ നേരെ എതിരായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? അത് കാഴ്ചയാൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ്. 2 കൊരിന്ത്യർ 7:5 നോക്കിയ ശേഷം നമുക്ക് ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം. അവിടെ നമ്മൾ വായിക്കുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നത്. ഈ 2 കൊരിന്ത്യർ 5:7 വാക്യത്തിൽ നാം കാണുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ, കാഴ്ചയാൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ചാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, ചെവിയിൽ കൂടെ കേൾക്കുന്നത് പോലെ, നമ്മുടെ വികാരം നമ്മളോട് പറയുന്ന പോലെ, ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വാസത്താലല്ല നടക്കുന്നത്. നേരത്തെ നമ്മൾ വായിച്ചത് നമ്മുടെ മനസ്സിൽ നിന്ന് നാം വിട്ട് കളയരുത്. അത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്നാണ്. ദൈവം നമ്മെ വിളിക്കുന്നത് നമുക്ക് കഴിയാത്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയല്ല. ദൈവവചനം പറയുന്ന വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പം അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് എന്താണെന്ന് ഞാൻ കേൾക്കണം. അല്ലാതെ നാം ഒരു കഥപുസ്തകം വായിക്കുന്ന പോലെ വായിക്കുന്നെങ്കിൽ, ലോകത്തിൽ പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്നത് അപ്രകാരമാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വിശ്വാസം തരും. ദൈവവചനം പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് വിശ്വാസം. റോമാലേഖനം 10 നമുക്ക് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രധാന വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ റോമാലേഖനം 10-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിലാണ് കാണുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ പുതിയ നിയമം. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ ഞാൻ അനുവദിക്കണം. അതാണ് കേൾവി എന്ന് പറഞ്ഞാൽ. വിശ്വാസം വായിക്കുന്നതിലൂടെ വരുന്നു എന്നല്ല ഇവിടെ പറയുന്നു. ദൈവവചനം വായിക്കുന്ന പലർക്കും വിശ്വാസം ലഭിക്കുന്നത് കാണുന്നില്ല. ഇതോർത്തിരിക്കുക, വിശ്വാസം വരുന്നത് കേൾവിയാലാണ്. എന്താണ് ഞാൻ കേൾക്കുന്നത്? ക്രിസ്തുവിൻ്റെ വചനം ഞാൻ വായിക്കുമ്പോൾ അത് പുതിയ നിയമമാണ്. എൻ്റെ ഹൃദയത്തോട് സംസാരിക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. അതാണ് കേൾക്കുക എന്ന് പറഞ്ഞാൽ. അത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസത്തിൻ്റെ ആധാരത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കാനിടയാകില്ല. എൻ്റെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ദൈവവചനം വായിച്ചപ്പം ഞാൻ കേട്ട ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അതിലൂടെ എന്നോട് സംസാരിച്ചു. ഞാനത് കേട്ടപ്പം ഞാൻ അതിനോട് പ്രതികരിച്ചു. അങ്ങനെയാണ് എൻ്റെ രക്ഷയെക്കുറിച്ച് എനിക്ക് ഉറപ്പ് കിട്ടിയത്. 64 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ വാക്യത്തിലൂടെ അനേകം വർഷങ്ങൾ, അനേക പ്രാവശ്യം കർത്താവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അവൻ എൻ്റെ ഹൃദയത്തിൽ വന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു. മറ്റുള്ളവർക്കുണ്ടായതുപോലെ വലിയ വ്യത്യാസമൊന്നും എൻ്റെ ജീവിതത്തിലുണ്ടായില്ല. എങ്കിലും എല്ലാ ദിവസവും ഞാൻ വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഉറപ്പുണ്ടായിരുന്നില്ല.
എന്നാൽ ഒരു ദിവസം 1959 ജൂലൈയിൽ യോഹന്നാൻ്റെ സുവിശേഷം 6 ഞാൻ വായിക്കായിരുന്നു. അതിൽ ഞാൻ വായിച്ച ഒരു വാക്യം യോഹന്നാൻ 6:37 വാക്യം. അതിൻ്റെ അവസാന ഭാഗം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാകാം, ഞാൻ ചെയ്ത പോലെ കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ അവൻ നിങ്ങളെ സ്വീകരിച്ചു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കില്ല. ഇന്നത് പ്രാപിക്കാൻ കഴിയും. കാരണം ഇവിടെ യേശു പറയുന്നത്, ഇത് നിങ്ങൾ വെറുതെ വായിക്കുകയല്ല. നിങ്ങൾ പറയുക, കർത്താവെ, നിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണേ. യേശുവാണ് പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. നിങ്ങൾക്കറിയാമോ എന്താണ് ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞത്? 64 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവെ എത്രയോ പ്രാവശ്യം ഞാൻ നേരിടുക വന്നു. നിങ്ങളിൽ ചിലരെ പോലെ എത്രയോ പ്രാവശ്യം ഞാൻ കർത്താവിനോടത് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിയിട്ടില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, ഇന്ന് ഞാനത് വിശ്വസിക്കുന്നു. എന്താണ് അന്ന് സംഭവിച്ചതും അതിനു മുമ്പ് സംഭവിച്ചതും തമ്മിലുള്ള വ്യത്യാസം? ആ ദിവസം ഞാൻ വിശ്വസിച്ചു. എനിക്ക് അതിനൊരു തെളിവുമില്ല. ഞാനൊരു വെളിച്ചം കണ്ടില്ല, എനിക്കൊരു ആവേശം ഉണ്ടായില്ല. ഞാൻ ദൈവവചനം അങ്ങനെ വിശ്വസിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, നീ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ ഒരു നാളും നിന്നെ തള്ളിക്കളയുകയില്ല. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരോടും ഞാൻ പറയാണ്, നിങ്ങൾ പറഞ്ഞ് അവൻ കേട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അവൻ നിങ്ങളോട് പറയുന്നത്, നീ പരമാർത്ഥതയോടാണ് എൻ്റെ അടുക്ക വന്നെങ്കിൽ നിനക്ക് എന്തൊക്കെ ബലഹീനതകളുണ്ടായിക്കോട്ടെ, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല. അത് വിശ്വസിക്കുക. നിങ്ങൾ ചെറുപ്പക്കാരനോ പ്രായമുള്ള ആരായാലും അതിൽ വേരൂന്നുക. ആ ദിവസം മുതൽ ഇന്നുവരെ യേശുക്രിസ്തു എന്നെ അംഗീകരിച്ചു എന്നുള്ള ആ സത്യത്തെ ഒരിക്കലും ഞാൻ സംശയിച്ചിട്ടില്ല. അതെൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റി. എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് ഇരുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ വചനത്തിൽ നിന്ന് ഇതിന് ഉത്തരം തരണം. ഇതിനോട് ബന്ധപ്പെട്ട് പല കാര്യവും പറയണമെന്നുണ്ട്, എന്നാൽ എല്ലാത്തിനും കഴിയില്ല. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ആ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഭാഗം, അപ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവ് എന്നോട് സംസാരിക്കണം. 5 വാക്യമേ നിങ്ങൾക്ക് വായിക്കാനെന്ന് കഴിഞ്ഞിട്ടുള്ളായിരിക്കും. ദൈവവചനം വായിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കടന്നു പോകരുത്. ബാംഗ്ലൂരിലെ സഭയിൽ വരുന്ന ഒരു സഹോദരനോട് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇപ്രകാരം ചോദിച്ചു, നീ എല്ലാ ദിവസവും ദൈവവചനം വായിക്കാറുണ്ടോ? ഇല്ല, ഞാൻ വളരെ തിരക്കാണ്. അവന് വളരെ നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, എല്ലാ ദിവസവും അവനവൻ്റെ ജോലിക്ക് പോകും. എന്നാൽ 5-10 മിനിറ്റ് ദൈവവചനം വായിക്കാൻ സമയമില്ല. എനിക്കൊരത്ഭുതവുമില്ല, ചില വർഷങ്ങൾക്ക് ശേഷം അവൻ CFC വിട്ട് പിന്മാറ്റത്തിലേക്ക് പോകാനിടയായി. എനിക്കൊരത്ഭുതവുമില്ല. 5-10 മിനിറ്റ് അവന് ഒരു ദിവസം ദൈവത്തിൻ്റെ വചനം വായിക്കാൻ സമയം ഇല്ലെങ്കിൽ അവൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, നിനക്ക് വേണ്ടി എനിക്ക് സമയമില്ല. നിന്നേക്കാളും പ്രധാനപ്പെട്ട 101 കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സമയം തികയുന്നില്ല. ദൈവത്തോടുള്ള നിങ്ങളുടെ മനോഭാവം ഇതാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു ദിവസം നീ പിന്മാറ്റത്തിലേക്ക് പോകും. ഞാനത് എഴുതിത്തരാം. കാരണം ഇത് സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്, നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമുള്ളെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പോലും ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന സ്വഭാവം നിങ്ങൾ വളർത്തിയെടുക്കുക. ഇത് നിരന്തരം ചെയ്യാനായിട്ട് ഈ കാലങ്ങളിലെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തെ മാറ്റി. വിശ്വാസം കേൾവിയാൽ വരുന്നു. കേൾക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വചനമാണ്. പ്രത്യേകിച്ച് അത് പുതിയ നിയമമാണ്. നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവേ നീ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു പറയുക. ചിലപ്പം ഞാൻ ഒരു വാക്യം മാത്രമായിരിക്കും വായിക്കുന്നത്. ചില സമയത്ത് അങ്ങനെയാണ്. ആ വാക്യത്തിലൂടെ അവനെന്താ പറയുന്നതെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും 1964 അതേതാണ്ട് 60 കൊല്ലം മുമ്പാണ്. ഒരിക്കൽ ഞാൻ ദൈവവചനം വായിക്കുകയായിരുന്നു.
ദൈവം എന്നോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ വിളിക്കുന്നു. ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ വ്യക്തമായി നേവിയിലുള്ള എൻ്റെ ജോലി വിടാൻ കർത്താവ് എന്നെ വിളിക്കുന്നതായിട്ട്, പുറത്തു വന്ന് എന്നെ സേവിക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതിന് എനിക്കൊരു സ്ഥിരീകരണം അങ്ങയിൽ നിന്ന് വേണം. ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ദൈവവചനത്തിൽ കൂടെ എനിക്കറിയാമായിരുന്നു, പൗലോസിനെയും ബർണ്ണബാസിനെയും ദൈവം വിളിച്ചപ്പം. നിങ്ങൾക്കിതറിയില്ലെങ്കിൽ ആ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം. നിങ്ങൾക്കറിയാമല്ലോ, പൗലോസിനെയും ബർണ്ണബാസിനെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ സഭ സ്ഥാപിക്കാനായിട്ട് ദൈവം വളരെയധികം ഉപയോഗിച്ചു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ നിങ്ങളിത് ശ്രദ്ധാപൂർവം വായിച്ചാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. പെട്ടെന്ന് വായിച്ചു പോയാൽ നിങ്ങളത് കാണത്തില്ല. അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ കാണിക്കാൻ പോകുന്ന ഈ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാലേ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഈ അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ബർണ്ണബാസ്, നീഗർ എന്നുപേരുള്ള ശിമയോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടയപ്രഭുവായ മനായനും അതുപോലെ ശൗലും. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവർ കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഉപവാസത്തോടെ അവർ കർത്താവിന് വേണ്ടി കാത്തുകൊണ്ടിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, അവരെല്ലാവരോടും, ഞാൻ ബർണ്ണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പീൻ. അതിനർത്ഥം അവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ അവരെല്ലാവർക്കും അവരുടെ അന്തരാത്മാവിൽ ബോധ്യമുണ്ടായി. അതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ എന്ന് പറയുന്നത്. അവരെല്ലാവരും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർണ്ണബാസും ശൗലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരെ എൻ്റെ വേലയ്ക്കായി എനിക്ക് വേർപിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പിന്നെ തുടർന്ന് നിങ്ങൾ വായിക്കുമ്പോൾ അവരെന്താ ചെയ്തു തീർത്തത്? എത്രയോ ഇടങ്ങളിൽ അവർ കർത്താവിൻ്റെ സഭ സ്ഥാപിച്ചു. എത്ര വലിയൊരു ശുശ്രൂഷയാണ് ഇവിടുന്ന് തുടങ്ങിയത്. ഇവിടെ അവൻ എന്താണ് പറയുന്നത്? നിങ്ങളിത് ശ്രദ്ധിച്ചോ? 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. എന്നാൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എത്ര പേര് ഇത് കണ്ടു എന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞ ബർണ്ണബാസിനെയും ശൗലിനെയും എനിക്കായിട്ട് വേർതിരിക്കാനാണ്, ഈ വേലയ്ക്കായി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബർണ്ണബാസിനെയും പൗലോസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിക്കുക. ദൈവം അവരെ മുമ്പേ വിളിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും അവൻ അതിനുള്ളൊരു സ്ഥിരീകരണം ആഗ്രഹിച്ചു. കർത്താവിൻ്റെ ശരീരത്തിൽ എപ്പോഴും അങ്ങനെയാണ്. ദൈവസഭയിൽ നമ്മൾ ഒരിക്കലും വ്യക്തിപരമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വ്യക്തമായ പ്രേരണ ഉണ്ടായിരിക്കും. ബർണ്ണബാസിൻ്റെയും പൗലോസിൻ്റെയും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവം അവരെ വിളിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. അവരുടെ ജോലി അവർ വിട്ടവരാണ്. അവർ പുറത്തുപോയി ചില ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ മറ്റുള്ളവരിൽ കൂടി അതിൻ്റെ സ്ഥിരീകരണത്തിനായിട്ട് കാത്തുകൊണ്ടിരുന്നു. അവിടെ നിങ്ങൾക്ക് അവരുടെ താഴ്മ കാണാം. അവരിങ്ങനെ ചിന്തിച്ചില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, എനിക്കാരുടെ ഉപദേശം വേണ്ട. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സുവിശേഷം പറയാൻ ഇറങ്ങി പുറപ്പെടുന്നവർ, അവരെക്കാൾ അധികം ദൈവഭക്തരായ ആളുകളുടെ ഉപദേശമൊന്നും സ്വീകരിക്കാത്തവർ, സാധാരണ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവർ നിഗളികളാണ്. അവർ ചിന്തിക്കുക, എനിക്കറിയാം, എനിക്ക് ദൈവത്തെ അറിയാം, എനിക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല. നമ്മളൊരു ശരീരത്തിലാണ്. ദൈവം നമ്മളെ ഒരു ശരീരത്തിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളൊരു പ്രധാന തീരുമാനം എടുക്കുമ്പോൾ ഈ ശരീരത്തിലുള്ള മറ്റവയവങ്ങളുടെ ഉപദേശം സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഞാനൊരു വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഏതാണ്ട് 60 കൊല്ലം മുമ്പ്. ആരോടാണ് ഇതേപ്പറ്റി ചോദിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം അന്ന് ഞാനിരുന്ന ആ സ്ഥലത്തെപ്പറ്റി. ദൈവം എന്നെ വിളിച്ച ആ ദിവസം, ആ സമയത്ത് തന്നെ ഇന്ത്യയിലുള്ള ഒരു ദൈവ മനുഷ്യൻ, ഞാൻ മറ്റാരേക്കാളും ബഹുമാനിക്കുന്ന അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ മനസ്സിലെന്താണെന്ന് അദ്ദേഹത്തിന് അറിയുകയില്ല. അദ്ദേഹം ചോദിച്ചു, നീ എപ്പോഴാണ് നേവിയിലെ ജോലി വിടുന്നത്? ആശ്ചര്യകരം. ദൈവവുമായിട്ട് ബന്ധമുള്ള ഈ മനുഷ്യൻ, അദ്ദേഹത്തെ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരാളാണ്.
വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, എന്നാൽ ഒരിക്കലും ചോദിക്കാത്ത ചോദ്യം അന്ന് ചോദിച്ചു. ദൈവം എന്നോട് സംസാരിച്ചതിന് അരമണിക്കൂർ കഴിഞ്ഞപ്പം അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം എൻ്റെ അടുക്ക് വന്ന് ഈ ചോദ്യം ചോദിച്ചു. അത് ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് എനിക്ക് ഉറപ്പ് നൽകി. ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ എനിക്കത് വ്യക്തമായി. ഞാൻ ജോലിയിൽ തിരിച്ചെത്തിയ ഉടനെ ഞാൻ എൻ്റെ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ എന്നെ ജോലിയിൽ നിന്ന് വിടാൻ ചില വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു. ആത്യന്തികമായിട്ട് അവരെന്നെ വിട്ടു. ഇവിടെ തന്നെ കാണുന്നത്, ഞാൻ രാജിക്കത്ത് കൊടുത്തപ്പം ഞാൻ പറഞ്ഞു, മത്തായി 28 അങ്ങ് തന്നെയാണ് പറഞ്ഞത്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആളുകൾ കർത്താവിനെ സേവിപ്പാൻ എന്ത് അടിസ്ഥാനത്തിലാണ് പോകേണ്ടത്? ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രസംഗകൻ ഒരു മീറ്റിങ്ങിൽ എഴുന്നേറ്റെന്ന് പറയുന്നത്, ആഫ്രിക്കയിലുള്ള ഈ രാജ്യത്തിൽ സുവിശേഷീകരണത്തിനായിട്ട് ആളുകളെ വേണം. അവിടെയുള്ള ആളുകൾ സുവിശേഷം കേട്ടിട്ടില്ല. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷീകരണത്തിന് വലിയ ആവശ്യമുണ്ട്. അവിടെയുള്ള സുവിശേഷത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ചൈനയുടെ ചില ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് അവിടെ വളരെ വലിയ ആവശ്യമുണ്ട്. അവിടെ പോകാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരിക. ആളുകൾ സ്വയം അതിനായിട്ട് മുന്നോട്ട് വരുന്നു. ശരി, അവരുടെ എല്ലാം കഥ എനിക്കറിയില്ല. ഒരു കാര്യം ശരിയാണ്, അവരിൽ മിക്കവരും അവരുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. ഞാനത് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വന്ന അനേക സുവിശേഷകരെ, ചെറുപ്പക്കാരായ ചിലർ, അവർ വളരെ സത്യസന്ധരാണ്. അവർ ഇന്ത്യയിൽ കർത്താവിൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും അവർ ദൈവവേലയ്ക്ക് ഒരു തടസ്സമായിട്ടാണ് വരുന്നത്. അവരുടെ ശുശ്രൂഷ കണ്ടപ്പം എനിക്ക് മനസ്സിലായി, അവർക്ക് ഒരു ധാരണയുമില്ല അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സമൂഹത്തിൽ എങ്ങനെ സംസാരിക്കണമെന്നും മറ്റും. ഇപ്രകാരമുള്ള ചെറുപ്പക്കാരിൽ ഒരാൾ എന്നോട് ഉപദേശം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നത് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, നീ നിൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി, ഇവിടെ സമയം കളയരുത്. നീ ദൈവവേലയെ തടയുകയാണ്. ഇതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. നോക്കൂ, നാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം മറ്റൊരു രാജ്യത്തേക്ക് സുവിശേഷീകരണത്തിനായിട്ട് പോകേണ്ടത്? അവിടെ ശിഷ്യന്മാരെ ഉണ്ടാക്കേണ്ടത് അവിടുത്തെ ആവശ്യം കണ്ടുകൊണ്ടല്ല. ആദം പാപം ചെയ്ത ആ ദിവസം മുതൽ ഈ ലോകത്തിൽ വലിയ ആവശ്യകതയുണ്ട്. ആദമും ഹവ്വയും പാപം ചെയ്ത ശേഷം അവർ നഷ്ടപ്പെട്ടു. അവർ നരകത്തിലേക്ക് പോയി. എന്തുകൊണ്ട് യേശു വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ അവരുടെ പാപത്തിനായിട്ട് മരിക്കാഞ്ഞത്? ആദാം പാപം ചെയ്ത ശേഷം 4000 വർഷം ലക്ഷോപലക്ഷം ആളുകൾ പാപം ചെയ്തും അതിക്രമം ചെയ്തും ലോകത്ത് ജീവിച്ചപ്പോഴും, ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരായി ജീവിച്ചപ്പോഴും, അനേകർ നരകത്തിലേക്ക് പോയിട്ടും എന്തുകൊണ്ടാണ് യേശു ഇത്ര കാത്തിരുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്താണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യുമോ? നിങ്ങൾ പറയില്ല, ഇപ്പം തന്നെ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ ചില കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങൾ പറയും, സമയം പാഴാക്കണ്ട, യേശു ഭൂമിയിലേക്ക് പോകട്ടെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്നെ സഹായിച്ച ഒരു മനോഹരമായ വാക്യമുണ്ട്. അത് യെശയ്യാവ് 55 യെശയ്യാവ് 55 യേശു ഇപ്രകാരം പറഞ്ഞു. എന്നെ വളരെ സഹായിച്ചിട്ടുള്ളൊരു വാക്യമാണിത്. യെശയ്യാവ് 55, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്നും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുന്നു. എന്താണ് കർത്താവ് പറയുന്നത്? നീ ചിന്തിക്കുന്ന ആ വിധം ഞാൻ ചിന്തിക്കുന്നതിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യാസമാണ്. അതാണ് അവനിവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, എനിക്ക് എങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയം അറിയാൻ കഴിയും? കൂടുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുമ്പം, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നിങ്ങൾ കൂടുതൽ അവനെ കേൾക്കുമ്പം, കൂടുതലായിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് അവൻ്റെ ആ സ്വരൂപത്തിലേക്ക് നമ്മൾ മാറും. അങ്ങനെയാണ് നാം ദൈവവചനം മനസ്സിലാക്കുന്നത്. അത് തുടങ്ങേണ്ടത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, ഞാൻ ചിന്തിക്കുന്ന വിധവും അങ്ങ് ചിന്തിക്കുന്ന ആ വിധവും ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിനെത്ര വ്യത്യാസമുണ്ട്? പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണ്. നേരെ തിരിച്ചാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഇങ്ങനെ ചിന്തിക്കല്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇത് ചെയ്തത്, ഞാൻ ചിന്തിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഇങ്ങനെ ചെയ്യുന്ന പലരും അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ്, ഭോഷത്വമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അത് സ്ഥാപിക്കാൻ ഒരു വചനവും എടുക്കും. നിങ്ങൾക്കറിയാമല്ലോ, പിശാച് യേശുവിനോട് ഒരു വചനം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞു. ഈ ആലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക, ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും.
മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്ന ആളുകളെ ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. അതിനൊരു വചനവും കാണിക്കും, എന്നാൽ അവർ മരിക്കും. അവർ കേൾക്കുന്ന പിശാചിനെയാണ്. എന്നാൽ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പിശാച് പറഞ്ഞ ആ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടുന്ന് ചാടിയത് ഒരു ആത്മഹത്യയാകുമായിരുന്നു. ദൂതന്മാരെന്നെ സംരക്ഷിക്കും. ദൂതന്മാർ സംരക്ഷിക്കില്ലായിരുന്നു. എന്നാൽ ദൈവവചനത്തിൽ മറ്റൊരു വാക്യം കൂടെ പറയുന്നുണ്ടായിരുന്നു, ഈ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ട് നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുതെന്നുള്ളൊരു വാക്യം. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നാം ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നാം ദൈവവചനം ശ്രദ്ധാപൂർവം വായിക്കുന്നെങ്കിലേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. കർത്താവ് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് ഞാൻ പറഞ്ഞതിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം പുറത്തുപോയി സകല സൃഷ്ടിയോടും ദൈവവചനത്തെക്കുറിച്ച് പറയേണ്ടത്? അവിടെ ഒരു ആവശ്യമുള്ളതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ല, 4000 വർഷം യേശു വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, എങ്കിലും അവൻ വന്നില്ല. ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെങ്കിൽ നോഹയുടെ ആ കാലഘട്ടത്തെപ്പറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? നോഹയുടെ ആ കാലം വളരെ വഷളത്വത്തിലേക്ക് പോയിരുന്നു. മുഴു ലോകത്തെയും നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ച അത്ര വഷളത്വം, വളരെ മോശം. യേശു പറഞ്ഞു, അവസാന കാലഘട്ടം മോശയുടെ കാലം പോലാവും. അധാർമികത, സ്വവർഗഭോഗം, വളരെ മോശപ്പെട്ട കാര്യങ്ങൾ, പലതരത്തിലുള്ള ലൈംഗിക പാപങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ. നോഹയുടെ കാലം അങ്ങനെ ആയിരുന്നു. യേശു പറഞ്ഞു, അവസാന കാലവും അങ്ങനെയായിരിക്കും. ഇപ്പം നമുക്ക് ചുറ്റും നാം കാണുന്നതാണ്. നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളാണ് ലോകം പറയുന്നത്. ലൈംഗിക ബന്ധങ്ങളെ പറ്റിയൊക്കെ ഭിന്നലിംഗക്കാർ എന്ന പോലുള്ള ചവറുകൾ. നോഹയുടെ കാലത്തും ഇതുപോലെയുള്ള ലൈംഗിക പാപങ്ങളായിരുന്നു, അതുപോലെ അതിക്രമങ്ങളും കൊലപാതകങ്ങളും. യേശു അന്ന് വന്നില്ല. ലോകത്തിൽ യേശു വരാൻ ഏറ്റവും അധികം ആവശ്യമുണ്ടായിരുന്ന അന്നായിരുന്നു. എന്നാൽ നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. അവൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ എനിക്കറിയാം, ഞാൻ യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ ഞാൻ പറയും, കർത്താവേ, നീയായിരുന്നു ശരി. അവൻ വരുന്നതിന് മുമ്പ് 4000 കൊല്ലം കടന്നു പോകാനായിട്ട് അവൻ അനുവദിച്ചു. കാരണം അതായിരുന്നു ശരിയായ സമയം. ദൈവവചനം പറയുന്നത്, കാലസമ്പൂർണതയിൽ അവൻ തൻ്റെ പുത്രനെ അയച്ചു. അതിൻ്റെ കൃത്യമായ സമയത്ത് അന്നാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയൊക്കെ നാം കാണുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ, ദുഷ്ടതകൾ, ഈ ഭൂമിയിൽ നടക്കുന്ന അനേകം ചൂഷണങ്ങൾ. നിങ്ങൾ ചോദിക്കും, കർത്താവ് എപ്പോഴാണ് നീ വരുന്നത്? എന്നിട്ടും അവൻ വന്നിട്ടില്ല. നമ്മുടെ വഴികളല്ല അവൻ്റെ വഴികൾ. എന്നാൽ ഒരു കാര്യം ശരിയാണ്, അവൻ വരുമ്പോൾ നാം അവനെ മുഖാമുഖം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വ്യക്തത ഉണ്ടാവും. ദൈവം കാണുന്ന പോലെ ഞാനും കാര്യങ്ങളെ കാണാൻ തുടങ്ങും. ഞാൻ പറയും, കർത്താവേ, നീയാണ് ശരി, നീ കൃത്യസമയത്താണ് വന്നത്. മത്തായി 28 എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ശിഷ്യന്മാരെ ഉണ്ടാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചിത് വായിക്കുക. മത്തായി 28 18 19 വാക്യം. യേശു അടുത്തു ചെന്ന് അവരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ സകല ജാതികളിൽ നിന്നും ശിഷ്യന്മാരെ ഉണ്ടാക്കിക്കൊള്ളുക. ഇതുകൊണ്ടല്ല, ആഫ്രിക്കയിൽ സുവിശേഷന്മാരുടെ ആവശ്യമുണ്ട്, ചൈനയിൽ വലിയ ആവശ്യമുണ്ട്, അതുകൊണ്ട് പോവുക. അതാണ് ഇന്ന് നാം കേൾക്കുന്നത്. അത് മനുഷ്യൻ ചിന്തിക്കുന്നതാണ്. ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു, ഞാൻ എൻ്റെ ജോലി രാജിവെച്ചത് ഇന്ത്യയിൽ വലിയ ആവശ്യമുണ്ടെന്ന് കണ്ടിട്ടല്ല. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 60 വർഷം ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ജോലി വിട്ടത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിനുള്ളതുകൊണ്ടാണ്. അവൻ എന്നോട് പോകാൻ പറഞ്ഞു. ബർണബാസും ശൗലോസും പോയി. കാരണം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശു പോകാൻ പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം കർത്താവിനെ കേൾക്കുക. ഇത് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ അധികാരം കർത്താവിൻ്റെ കയ്യിലാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അഭിവൃദ്ധിപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടു, ഈ വർഷങ്ങളിലെല്ലാം ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ എനിക്ക് തെറ്റിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പണം വ്യാഴ്ചകൊണ്ട് ഒരിക്കലും എനിക്ക് പോകേണ്ടി വന്നിട്ട് പ്രയർ ലെറ്റേഴ്സ് അയക്കേണ്ടതോ, പലരും അവരെ ആരെങ്കിലും സഹായിക്കുമെന്ന് കരുതി അവരുടെ ആവശ്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അവരോട് പ്രസംഗിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവരുടെ ആവശ്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ക്ഷണക്കത്ത് അയക്കുന്നത് പോലെ, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം. എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലും എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല.
നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ലോകത്തിൽ ആരോടും നിങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് പറയേണ്ടത് നിങ്ങൾക്ക് വരില്ല. അത് ഭിക്ഷയാചിക്കലാണ്. യേശുക്രിസ്തു ഒരു യാചകനായിരുന്നു. അവൻ്റെ മക്കളും യാചകരാകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യത്തെക്കുറിച്ചുള്ള സൂചനകൾ വേണ്ട. ദൈവവചനം നാം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ. അവർ പറയും ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവർ പരിശോധിക്കപ്പെടുമ്പോൾ അവരുടെ ആവശ്യമൊക്കെ നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ ഇവിടെ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ കാണിക്കാം. വിശ്വാസത്താൽ ജീവിക്കുക എന്നുള്ളത് പൂർണ്ണ സുവിശേഷകർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എല്ലാവരും അങ്ങനെ ആയിരിക്കണം. ഈ വാക്യം നിങ്ങളുടെ വേദപുസ്തകത്തിലുമുണ്ട്. ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. നിങ്ങളോട് ലഘുവായ ചോദ്യം ചോദിക്കട്ടെ. നീ ഇത് വിശ്വസിക്കുന്നോ? നിങ്ങൾ വിശ്വസിക്കുന്നോ ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന്? നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിനക്ക് വേണ്ടിയതൊക്കെയും നീ ആഗ്രഹിക്കുന്നതെല്ലാമല്ല. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം നമുക്ക് തരത്തില്ല. മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾ കൊടുക്കുമോ? ഇല്ല. നിങ്ങൾ ബുദ്ധിയുള്ള ഒരു പിതാവാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾ കൊടുക്കില്ല. എന്നാൽ അവർക്ക് വേണ്ടിയതെല്ലാം നിങ്ങൾ കൊടുക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന്, കർത്താവേ, ഞാൻ നിൻ്റെ മകനാണ്, ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമുള്ളതൊക്കെ അങ്ങ് തരണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ അവനെ വിശ്വസിക്കുന്നെങ്കിൽ നിൻ്റെ ആവശ്യം എന്തു തന്നെയായിരുന്നാലും, അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിലോ, അത് എന്തു തന്നെയായിരുന്നാലും, എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം നിനക്ക് ആവശ്യമുള്ളത് ദൈവം നിനക്ക് തരും. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങളൊരു ചെക്ക് മാറുന്ന പോലെ ആയിരിക്കണം. നിങ്ങൾ ഇപ്രകാരം ചിന്തിക്കുന്നു, ദൈവം നിങ്ങൾക്ക് ഒരു ചെക്ക് തരുന്നു, $10 ലക്ഷം ഒരു ചെക്ക് ഒരാൾ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ അതിനെ പ്രശംസിക്കുന്നു, എന്നിട്ടത് ഭിത്തിയിൽ തൂക്കുന്നു. നിങ്ങൾക്കൊന്നും കിട്ടില്ല. അതിൻ്റെ പുറകിൽ നിങ്ങളുടെ ഒപ്പിട്ട് അതുകൊണ്ട് ബാങ്കിൽ കൊടുക്കണം, ആ പണം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ഈ വാക്യങ്ങൾ. ഉദാഹരണത്തിന് ഈ വാക്യം എടുക്കുക. കർത്താവേ, നീ പറഞ്ഞു എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് തീർത്തു തരാമെന്ന്. എൻ്റെ ആവശ്യം സാമ്പത്തികമായിരിക്കാം, ശാരീരികമായിരിക്കാം, ആരോഗ്യമായിരിക്കാം. എൻ്റെ ആവശ്യം എന്തു തന്നെയായിരുന്നാലും, കുഞ്ഞുങ്ങളെ ജ്ഞാനത്തോടെ വളർത്താനുള്ള വിവേകമായിരിക്കും നിങ്ങളുടെ ആവശ്യം. അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ഏതാവശ്യവും, സകലവും, എന്നാൽ സകലവും, അതെല്ലാം കർത്താവ് തീർത്തു തരും. എങ്ങനെയാണ് അവൻ ചെയ്യുന്നത്? അത് പിശുക്കിയല്ല അവൻ ചെയ്യുന്നത്. നമ്മളെ സഹായിക്കുന്ന പിശുക്കി വളരെ ബുദ്ധിമുട്ടിയാണ്. ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. അതവൻ്റെ ധനത്തിനൊത്തവണ്ണമാണ്. അങ്ങനെയാണ് അവൻ അത് ചെയ്യുന്നത്. പിശുക്കിയല്ല. ദൈവം ഒരു പിശുക്കനല്ല. അവൻ ധാരാളമായിട്ട് തരും. 60 കൊല്ലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തെളിയിച്ചതാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സകല ആവശ്യവും കർത്താവ് നിറവേറ്റും. ക്രിസ്തു യേശുവിൽ തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം വിശ്വാസത്താൽ ജീവിക്കുക, കാഴ്ചയാലല്ല ജീവിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും കാര്യത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ അത് മാറ്റും. നിങ്ങളുടെ ആവശ്യം എന്തു തന്നെയായിരുന്നാലും. ചില ചെറുപ്പക്കാർ ഒരു വിവാഹ പങ്കാളിയെ ആഗ്രഹിക്കുന്നുണ്ടാവും. ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവും. നമ്മൾ പ്രായമാകുമ്പോൾ മറ്റു ചില ആവശ്യം നമുക്കുണ്ടാവും. ആരോഗ്യം പോലുള്ള കാര്യങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ എല്ലാ ആവശ്യവും നടത്തിത്തരും. ഇതുവരെയും നിങ്ങളിത് വിശ്വസിക്കുന്നില്ല, ഇന്ന് ഇത് വിശ്വസിക്കുക. ഞാനിനി മറ്റൊരു വാക്യം കാണിക്കാം. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 6. യേശുക്രിസ്തു പറഞ്ഞ വാക്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആവശ്യമായൊരു വാക്യം. വളരെ അസ്ഥിരമായ ഈ ലോകത്തിൽ ഇന്ന് യുദ്ധങ്ങളും യുദ്ധസ്തുതികളും നാം കേൾക്കുന്നു. അണുബോംബിനെക്കുറിച്ച് ആളുകൾ തമ്മിൽ സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. മത്തായി 6 24 വാക്യം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരേ കാലയളവിൽ നിങ്ങൾക്ക് 2 കമ്പനിയിൽ ജോലി ചെയ്യാൻ കഴിയില്ല. ഒന്ന് രാജിവെച്ചിട്ട് വേണം അടുത്തതിൽ പോകാൻ. നമുക്കറിയാം അത്. ഇവിടെ കർത്താവ് പറയുന്ന ഈ 2 യജമാനന്മാർ, ആ യജമാനന്മാർ ആരൊക്കെയാണ്? ദൈവവും മാമോനുമാണ്. ആരെ സേവിക്കണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ തിരഞ്ഞെടുപ്പ് ദൈവത്തെ സേവിക്കാനാണെങ്കിൽ
പണം സമ്പാദിക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ, എനിക്ക് നിന്നെ സേവിക്കണമെന്ന് കർത്താവിനോട് പറയും. എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കണം. പിന്നെങ്ങനെ നിൻ്റെ ലോകത്തിലെ ആവശ്യങ്ങൾ? പണമില്ലാതെ ഈ ലോകത്തിലെ പല കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ കഴിയില്ല. എന്നിട്ടവൻ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും, 25-ാം വാക്യത്തിലാണ്, എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും അതുപോലെ ധരിക്കാനുള്ള വസ്ത്രത്തെക്കുറിച്ചും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. എന്നിട്ട് അവൻ ആകാശത്തിലെ പറവകളെ നോക്കാൻ പറയുകയാണ്. അവർ വിതയ്ക്കുകയോ കൊയ്യുകയോ കളപ്പുരയിൽ കൂട്ടുവയ്ക്കുകയോ ചെയ്യുന്നില്ല. സ്വർഗീയ പിതാവാണ് അവരെ പോറ്റുന്നത്. ഇവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിലപ്പെട്ടവരല്ലേ? ഇങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ തലയ്ക്ക് മുകളിൽ പറക്കുന്ന ഈ പറവകളേക്കാൾ ഞാൻ വിശേഷപ്പെട്ടവനാണെന്ന്? പറവകളില്ലാത്ത ഒരു രാജ്യവും ഈ ഭൂമിയിലില്ല. ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, നീ വിശ്വസിക്കുന്നോ നിന്റെ സ്വർഗീയ പിതാവിന് ഇവയേക്കാൾ നീ വിശേഷപ്പെട്ടവനാണെന്ന്? ഞാൻ നിങ്ങളോട് പറയട്ടെ, അനേകം സഭകളിലുള്ള ആളുകൾ ഈ സത്യം വിശ്വസിക്കുന്നവരല്ല. മാതാപിതാക്കൾ ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ മക്കളെങ്ങനെ ഇത് വിശ്വസിക്കും? നമുക്ക് ആവശ്യം വരുമ്പം നാം മനുഷ്യരുടെ അടുക്കലേക്ക് ഓടും. നമ്മുടെ ആവശ്യം അവരെ അറിയിച്ച് നാം അവരോട് യാചിക്കും, കടം വാങ്ങും. ദൈവത്തിൽ നമുക്ക് അല്പമേ വിശ്വാസമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പല പ്രശ്നങ്ങളാണ്. മറ്റു പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശ്വാസമില്ല. കാരണം ദൈവത്തെ വിശ്വസിക്കേണ്ട മേഖലയിൽ നാം അവനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദരീസഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്, നിങ്ങളുടെ ആ ജീവിത വീക്ഷണത്തെ അല്പം മാറ്റുക. ഞായറാഴ്ച രാവിലെ വന്ന് പാട്ട് പാടുമ്പോൾ മാത്രമായിരിക്കരുത് നിങ്ങളുടെ വിശ്വാസം. അല്ലെ വേദപുസ്തകം വായിക്കുന്ന സമയത്തോ അല്ലെ ചില സത്യങ്ങൾ കേൾക്കുമ്പോഴോ മാത്രമല്ല. വിവിധ സാഹചര്യങ്ങളിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അവിടെയാണ് ദൈവമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിക്കൂ, ഒരു കുഞ്ഞ്, അവൻ ചിന്തിക്കുന്നു, കണക്കിനെ പറ്റി എല്ലാം എനിക്കറിയാം. ശരി, അത് മനസ്സിലാകുന്നപ്പോൾ അവസാന പരീക്ഷ വരുമ്പോൾ ആ പരീക്ഷയിൽ മാത്രമേ ആ കുഞ്ഞിന് മനസ്സിലാവുള്ളൂ, കണക്കിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, ഞാൻ വിചാരിച്ച എല്ലാം എനിക്കറിയാമെന്ന്. ഇങ്ങനെയാണ് അനേക ക്രിസ്ത്യാനികളുടെ ജീവിതവും. അവർ പറയും എനിക്ക് വലിയ വിശ്വാസമാണ്, എന്നാൽ പരീക്ഷ വരുമ്പോൾ അവർ പൂർണ്ണമായിട്ട് തോറ്റുപോകുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കും എനിക്ക് വിശ്വാസമേ ഉണ്ടായിരുന്നില്ലെന്ന്. കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ, പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നപ്പോൾ നീ ചിന്തിച്ചു നിനക്ക് വിശ്വാസമുണ്ടെന്ന്. പരീക്ഷ വന്നപ്പോൾ മനസ്സിലായി എനിക്ക് വിശ്വാസമേ ഇല്ലെന്ന്. അതുകൊണ്ടാണ് ദൈവം പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നത്. അങ്ങനെ ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാവും. ഇങ്ങനെ അല്ലാതെ വിശ്വാസം നമുക്കുണ്ടാകില്ല. ഇന്ത്യയിലെ പല സ്കൂളുകളിലും എല്ലാ മാസവും ക്ലാസ് പരീക്ഷ നടത്താറുണ്ട്. എല്ലാ മാസവും നടക്കുന്ന ക്ലാസ് പരീക്ഷ കണക്കിൻ്റെ, അതെന്തിനു വേണ്ടിയാണ്? നിങ്ങളത് ശരിയായി പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾ കുറച്ചുകൂടി നന്നായി പഠിച്ച് അവസാന പരീക്ഷയിൽ നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്കുണ്ടായ ഒരു പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോയി. നിങ്ങൾ ചിന്തിച്ച പോലെ വിശ്വാസം നിങ്ങൾക്കില്ലെന്ന് ദൈവം കാണിക്കുകയാണ്. മനോഹരമായ പാട്ടുകളൊക്കെ നിങ്ങൾ സഭയിൽ വന്ന് പാടിയപ്പം നിങ്ങൾക്ക് ശരിക്കും ആ വിശ്വാസമില്ലായിരുന്നു. പാട്ടൊക്കെ വളരെ നന്നായിരുന്നു. എന്നാൽ ഈ പരീക്ഷ ഇവിടെ ഉണ്ടായപ്പം നിങ്ങൾ ആകെപ്പാടെ പതറി ദൈവം ഉണ്ടോയെന്ന് തന്നെ സംശയിക്കാനായിട്ട് തുടങ്ങി. എല്ലാ മാസവും നടക്കുന്ന ഈ ക്ലാസ് പരീക്ഷയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ നിങ്ങൾക്ക് അവസാന പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങാം. നിങ്ങൾ ജയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു സാറ് മാസപരീക്ഷ നടത്തുന്നത്? അത് നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് തെളിയിക്കാനല്ല. അല്ല, അത് നിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി നീ കൂടുതൽ അധ്വാനിച്ച് ആ പരീക്ഷ ജയിക്കാനാണ്. എല്ലാ അധ്യാപകരും അവരുടെ എല്ലാ കുട്ടികളും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവവും അതുപോലാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ജയാളികളായിരിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. തോൽവി അടഞ്ഞ് ഒരു ക്രിസ്ത്യാനിയും ഈ സഭയിലിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഒരാൾ പോലും. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും സന്തുഷ്ട കുടുംബമായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. തമ്മിൽ പരസ്പരം ക്ഷമിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, തമ്മിൽ കലഹിക്കാത്ത കുടുംബങ്ങൾ. എല്ലാ ഭവനും ഒന്നോ രണ്ടോ അല്ല, മിക്കവരുമല്ല, എല്ലാ കുടുംബവും. ഇവിടെയുള്ള ചെറുപ്പക്കാരായ എല്ലാ സഹോദരന്മാരും പൂർണ്ണ ഹൃദയമുള്ളവരായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നു. അത് വിശ്വസിക്കുക. അതുകൊണ്ടാണ് അവൻ ഇവിടെ പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന്. വിചാരപ്പെടരുത് എന്ന് ഇവിടെ എത്ര പ്രാവശ്യം വായിക്കുന്നുണ്ട്? ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. 25-ാം വാക്യം, ശരീരത്തിനായി കൊണ്ട് വിചാരപ്പെടരുത്. 31-ാം വാക്യം, പിന്നെയും പറയുന്നു വിചാരപ്പെടരുത്. 34-ാം വാക്യം, നാളേക്കായി വിചാരപ്പെടരുത്. 27-ാം വാക്യം, വിചാരപ്പെടുന്നതിനാൽ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ ആർക്ക് കഴിയും? 28-ാം വാക്യം, ഉടുപ്പിനെക്കുറിച്ചും വിചാരപ്പെടുന്നത്.
നോക്കൂ, 25-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ എത്ര പ്രാവശ്യമാണ് വിചാരപ്പെട്ടതെന്ന് പറയുന്നു. 5-6 പ്രാവശ്യം. ഇതിനെക്കുറിച്ച് വിചാരപ്പെടരുത്, അതിനെക്കുറിച്ച് വിചാരപ്പെടരുത്, മറ്റതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എന്നാൽ കർത്താവ് പറയാണ്, എന്തിനെ പറ്റിയാലും നിങ്ങൾക്ക് വിചാരപ്പെടണമെങ്കിൽ ഇതേപ്പറ്റി ആയിരിക്കണം നിങ്ങൾ വിചാരപ്പെടേണ്ടത്. അത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന കാര്യത്തിലാണ്. അതിൽ ശ്രദ്ധയൂന്നുക. എൻ്റെ ജീവിതത്തിൽ നിൻ്റെ രാജ്യം ഞാൻ അന്വേഷിക്കുന്നത്, അതിലെനിക്ക് വിചാരമുണ്ട്. നിൻ്റെ നീതിയല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിക്കുന്നത്, മറ്റു പല കാര്യവുമാണ്. അതേക്കുറിച്ച് ശരിക്കും ഞാൻ വിചാരപ്പെടുന്നു. നീ ഇതേക്കുറിച്ചാണോ വിചാരപ്പെടുന്നതെങ്കിൽ നിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ടായിരിക്കും. അത് ദൈവം കൂട്ടിച്ചേർക്കും. 32-ാം വാക്യം. കർത്താവ് പറയുന്നത്, നീ എൻ്റെ രാജ്യവും നീതിയുമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിൻ്റെ ലോകപ്രകാരമുള്ള എല്ലാ ആവശ്യത്തെപ്പറ്റിയും എനിക്ക് നിന്നേക്കാൾ വിചാരമുണ്ടായിരിക്കും. ഞാനീ പറയുന്ന ഒരു കഥയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ 60 വർഷം ഞാൻ തെളിയിച്ച കാര്യമാണ്. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ ആശ്രയിക്കാതെ. ഇത് നിങ്ങളുടെ ഉത്സാഹത്തിനായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളിൽ ആരെങ്കിലും പൂർണ്ണ സുവിശേഷകനായി പോകാനല്ല ഞാൻ പറയുന്നു. ഞാൻ CFC സഭയിൽ ആളുകളെ പഠിപ്പിക്കാറുണ്ട്. നിങ്ങളെ ദൈവം വിളിച്ചിട്ടില്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പാക്കുക. ദൈവഭക്തരായ മറ്റുള്ളവരോട് ആലോചിക്കുക. നിങ്ങൾ തന്നെ സ്വയം തീരുമാനമെടുത്ത് പോകരുത്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 34-ാം വാക്യം പറയുന്നത്, എങ്കിൽ നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ദൈവം കരുതിക്കോളും. ഇങ്ങനെ ഒരു ജീവിതമാണ് നമ്മളെല്ലാവരും ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. നാം ജീവിക്കുന്ന കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. എബ്രായർ 11 നാം വായിച്ചെന്താ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അനേക വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണെന്ന്. ശരി, നിങ്ങൾ പറയും, ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ നന്നായിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ മോഷ്ടിക്കാറില്ല. നിങ്ങൾക്കറിയാമോ, ചില നിരീശ്വരവാദികൾക്ക് പോലും ഇതുപോലെയുള്ള പല സ്വഭാവങ്ങളും ഇല്ലാത്തവരാണെന്നുള്ള കാര്യം. ഒരിക്കലും മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കാത്ത ധാരാളം അവിശ്വാസികളുണ്ട്. അവർ വഞ്ചിക്കാറില്ല. ഒരു പരിധിയോളം അവർ നീതിയോടെ ജീവിക്കുന്നു. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഞാൻ ആരെയും വഞ്ചിക്കാറില്ല, ഞാൻ ചതിക്കാറില്ല, ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതോ അതിലും കൂടിയ കാര്യമാണോ? നമ്മൾ നമ്മുടെ സ്വർഗീയ പിതാവിനെ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതം ഭയമില്ലാത്തതും ചിന്താഭാരമില്ലാത്തതും ആയിരിക്കണം. അവൻ നിങ്ങളെ കൈവിടത്തില്ല, ഒരിക്കലും കൈവിടത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴയ നിയമത്തിലെ വാക്യം ഇതാണ്. നിങ്ങൾ മുൻപ് ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. 1 ശമൂവേൽ 2:30. ഈ വാക്യം ഞാൻ ഓർത്തിരിക്കാറുള്ളത് 1-2-3-0 എന്നാണ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും? 1-2-3-0. 1 ശമൂവേൽ 2:30. അതിൻ്റെ മധ്യഭാഗത്ത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിങ്ങളെല്ലാവരോടും ഞാൻ പറയട്ടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട്, ഇത് നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക. ഏത് സാഹചര്യത്തിലായാലും. എൻ്റെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും ഞാനത് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയെ മാനിക്കും. ഒത്തിരി പേര് എനിക്കെതിരായിരിക്കാം, സാഹചര്യങ്ങൾ എനിക്കെതിരായിരിക്കാം, പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ ഞാൻ അങ്ങയെ മാനിക്കും. ഞാനും ആനിയും പലപ്പോഴും പണത്തിൻ്റെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവരുടെ സ്കൂളിലെ ഫീസ് കൊടുക്കണം, കോളേജിലെ ഫീസ്, ഇങ്ങനെ പല കാര്യവും. എന്നാൽ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യരോട് ഞങ്ങൾ സഹായം ചോദിച്ചില്ല. എനിക്ക് സ്വർഗത്തിൽ മഹാകോടീശ്വരനായൊരു പിതാവുള്ളപ്പം മനുഷ്യരോട് എനിക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയും. നിനക്കങ്ങനെ ഒരു പിതാവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നു? അതോ അതൊക്കെ ഭാവന മാത്രമാണോ? പിശാച് പറയാം അതൊക്കെ തോന്നലാണ്. അത് തോന്നലല്ല, അവൻ യഥാർത്ഥത്തിലൊരു പിതാവാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് അവനെ പിതാവെന്ന് വിളിക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കാരണം നമ്മുടെ പിതാവാണ് ഈ അണ്ടകടാകത്തെ ചലിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകല സമ്പത്തും അവൻ്റെ വകയാണ്. നീ അവൻ്റെ അടുക്കൽ ചെന്നാൽ അവൻ നിന്നെ വെറുതെ പറഞ്ഞേക്കുമോ? കുഞ്ഞുങ്ങളെപ്പറ്റി ചിന്തിച്ചേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പറ്റി. നിൻ്റെ കുഞ്ഞിനൊരാവശ്യമുണ്ട്, അവൻ നിൻ്റെ അടുക്ക് വരുന്നു, കോടാനുകൂടി പണം നിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ പറയുമ്പോൾ മറ്റെവിടെയെങ്കിലും പോയി ചോദിക്കുന്നു, അവനോട് പോയി ചോര്, നിൻ്റെ അയൽക്കാരനോട് പോയി ചോര്. ഒരിക്കലുമില്ല. നീ ദരിദ്രനാണെങ്കിലും നിൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യം നീ നിറവേറ്റും. പ്രിയ സഹോദരന്മാരെ, എന്നോട് പറയുക, നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെയാണോ ജീവിക്കുന്നത്? നിങ്ങളൊരാവശ്യത്തിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെയാണോ ജീവിക്കുന്നത്? അതോ മനുഷ്യരോട് യാചിക്കുമോ? മറ്റുള്ള ആളുകളോട് അതേപ്പറ്റി സൂചിപ്പിക്കുമോ? അതോ കർത്താവിനോട് പറയുമോ അതങ്ങക്ക് അപമാനമാണ്? അതൊരു അപമാനമാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഒരു രാജാവിൻ്റെ മകൻ പോയി ആരോടൊക്കെ പണം യാചിക്കുന്നു.
അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുന്നു, എനിക്ക് ദയവായി ഇത് വാങ്ങിത്തരാമോ? അവനൊരു രാജാവിൻ്റെ മകനാണ്. അത് രാജാവിന് നിശ്ചയമായിട്ടും അപമാനമാണ്. പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മൾ ജീവിച്ച വിധം കൊണ്ട് നാം എത്ര പ്രാവശ്യം നമ്മുടെ സ്വർഗീയ പിതാവിനെ അപമാനിച്ചു എന്ന് ഓർത്തു നോക്കിയേ. മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ സഹായത്തിനായിട്ട് മറ്റാളുകളുടെ അടുക്കൽ പോകരുതെന്നല്ല, ഒരിടത്തേക്കൊരു യാത്ര ചെയ്യാനായിട്ട് ഒരാളുടെ സഹായം നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ചെയ്യാറുണ്ട്. നമ്മൾ തമ്മിൽ മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവരായിരിക്കരുത് നമ്മുടെ ആശ്രയം. പണത്തിൻ്റെ കാര്യം വരുമ്പം പ്രത്യേകിച്ചും. കാരണം ദൈവവചനം പറയുന്നു, ഒരു മനുഷ്യനോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമയത്തും ആരോടും ഞാൻ ഒരിക്കലും കടക്കാരനായിരിക്കരുത്. ഞാൻ അങ്ങനെയാണ് ജീവിച്ചത്. കഴിഞ്ഞ 84 വർഷവും ഞാൻ ആരോടും കടം മേടിക്കുകയോ കടക്കാരനാകുകയോ ചെയ്തിട്ടില്ല. ആ അന്ത്യനാളിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയത്തില്ല, ഇവൻ എൻ്റെ ഇന്ന് കടം മേടിച്ചിട്ടുണ്ടെന്ന്. ആ മേടിച്ച കടം അവൻ മടക്കി തന്നില്ല. കർത്താവെ, ഞാനങ്ങേ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും. ചില പ്രത്യേക അവസരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരും. ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവിൻ്റെ ഏറ്റവും വലിയ ഒരു ഭൃത്യൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. 2 കൊരിന്ത്യർ 11 അധ്യായം. പൗലോസ് തൻ്റെ ജീവിതത്തെപ്പറ്റി പറയുകയാണ്. കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസ്തനായിരുന്ന ഒരാളായിരുന്നു പൗലോസ്. പൂർണ്ണമായിട്ടും തൻ്റെ 30ാമത്തെ വയസ്സ് മുതൽ 30 വയസ്സ് വരെ അവൻ ക്രിസ്തുവിനും ക്രിസ്ത്യാനികൾക്കും എതിരായിരുന്നു. എന്നാൽ ആഴത്തിൽ അവൻ മാനസാന്തരപ്പെട്ടു. അങ്ങനെ അവൻ പൂർണ്ണ ഹൃദയമുള്ളൊരു ശിഷ്യനായി. വളരെ വിശ്വസ്തൻ. ഒരിക്കലും ആരോടും പണം ചോദിച്ചില്ല. അവൻ ദൈവത്തെ വിശ്വസിച്ചു. തൻ്റെ സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ട് അവൻ സ്വന്തം കൈകൊണ്ട് വേല ചെയ്തു. എന്നാൽ കർത്താവിൻ്റെ ഈ വിശ്വസ്തദാസനെ കർത്താവ് എങ്ങനെ കരുതിയത്? ഇത് കേൾക്കൂ. ഇങ്ങനെയാണ് കർത്താവ് തൻ്റെ വിശ്വസ്തദാസനെ കരുതിയത്. 2 കൊരിന്ത്യർ 11 അധ്യായം അതിൻ്റെ 23 വാക്യം. അവൻ പറയുന്നു, അവർ കർത്താവിൻ്റെ ദാസന്മാരാണെന്ന് പ്രശംസിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. ഞാൻ അവരെക്കാൾ അധികം സമയം തടവിൽ അകപ്പെട്ടു. ഓർക്കുക, ഇത് കർത്താവിൻ്റെ വിശ്വസ്തദാസനാണ് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും വിശ്വസ്തനായ ദൈവത്തിൻ്റെ മനുഷ്യൻ. ദൈവം എങ്ങനെ അവനെ കരുതിയത്? അവിശ്വസ്തരായ മറ്റ് ശുശ്രൂഷകരെക്കാൾ കൂടുതൽ പ്രാവശ്യം തടവിലാകാൻ അനുവദിച്ചു. അവൻ പറയാണ്, അവൻ അനവധി അടി കൊണ്ടു. അവൻ സുവിശേഷം പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ അവനെ എത്ര പ്രാവശ്യം അടിച്ചെന്ന് അവൻ ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഓർക്കുക, ഇതൊക്കെ അനുഭവിക്കാൻ ദൈവം ഇടയാക്കിയത് തൻ്റെ ഈ വിശ്വസ്തദാസനെയാണ്. പലപ്പോഴും പല പ്രാവശ്യം അവൻ മരണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 40 അടി 5 പ്രാവശ്യം അനുഭവിച്ചു. അവൻ്റെ മുതുകിൽ 195 പ്രാവശ്യം യഹൂദന്മാരടിച്ചു. മറക്കരുത്, ഇവൻ കർത്താവിൻ്റെ വിശ്വസ്തദാസനാണ്. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 3 വട്ടം കപ്പച്ചേതത്തിലകപ്പെട്ടു. ആ കപ്പൽ തകരാതെ കർത്താവിന് സൂക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. കപ്പലിന് ചോർച്ചയുണ്ടാകാതെ. എൻ്റെ ദാസൻ ആ കപ്പലിലുണ്ട്. ആ കപ്പൽ മുങ്ങിപ്പോകരുത്. ആ കപ്പൽ സുരക്ഷിതമായിട്ട് എത്തണം. ഇല്ല, കർത്താവ് അത് മുങ്ങാൻ ഒരിക്കൽ അനുവദിച്ചു. 2ാമതും 3ാമതും. നിങ്ങൾക്കറിയാമോ, നമുക്കല്പം കഷ്ടമുണ്ടായാൽ ഒരു ഉറുമ്പ് കടി നമ്മൾ പറയും, ദൈവം എന്നോടെന്താ ഇങ്ങനെ ചെയ്യുന്നു? നോക്കൂ, ദൈവം തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ദാസനോട് എങ്ങനെയാണ് പെരുമാറുന്നത്? എന്നെക്കാളും നിങ്ങളെക്കാളും അധികം. ഒരു രാവും ഒരു പകലും വെള്ളത്തിൽ കഴിച്ചു. 24 മണിക്കൂർ നീന്തി നടന്നു. മറ്റൊരു വള്ളമോ കപ്പലോ വന്ന് രക്ഷിക്കുന്നവരെ. കാരണം അവൻ സഞ്ചരിച്ച കപ്പൽ മുങ്ങി. ഇങ്ങനെയാണോ കർത്താവ് തൻ്റെ ദാസനെ കരുതുന്നത്? പലപ്പോഴും ഞാൻ യാത്ര ചെയ്തു. എന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്തത്? പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നോ? സുവിശേഷം പ്രസംഗിക്കാനാണോ അവൻ യാത്ര ചെയ്തത്? പലപ്പോഴും നദിയിൽ അവൻ ആപത്തുണ്ടായി, കള്ളന്മാരാൽ ആപത്തുണ്ടായി, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, അതുപോലെ അവനെ ഒറ്റുകൊടുത്ത കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയാണോ കർത്താവ് നിൻ്റെ ദാസനെ കരുതുന്നത്? നിശ്ചയമായിട്ടും അങ്ങനെയാണോ? അത് പിശാചിൻ്റെ മുമ്പിൽ തെളിയിക്കുകയാണ്. എൻ്റെ ദാസൻ, അവൻ ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അവൻ എന്നോട് വിശ്വസ്തനായിരിക്കും. അതാണ് ഇയ്യോബിൻ്റെ കാര്യത്തിൽ അവൻ പ്രശംസിച്ചത്. അവൻ പിശാചിനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനായ ഇയ്യോബിനെ കണ്ടോ? നീ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്താലും അവൻ എന്നോട് വിശ്വസ്തനായിരിക്കും.
അവൻ്റെ ജീവിതാവസാനം എന്താണെന്ന് നമുക്കറിയാം. ആ കഥയുടെ അവസാനം നമുക്കറിയാമല്ലോ, എത്ര മനോഹരമായിട്ടാണ് അത് അവസാനിച്ചത്. എങ്ങനെയാണ് പൗലോസിൻ്റെ ജീവിതം അവസാനിച്ചത്? ശരിയാണ്, അവൻ ലോകത്തിലെ വലിയ ധനികനായില്ല, അവൻ വലിയ പ്രശസ്തനുമായില്ല. അവസാനം അവൻ്റെ തല വെട്ടി, അങ്ങനെയാണ് അവൻ്റെ ജീവിതം അവസാനിച്ചത്. എന്നാൽ ഇന്ന് നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് പൗലോസിനോട് ചോദിച്ചാൽ, പൗലോസ്, നീ ജീവിച്ച വിധത്തെ ഓർത്ത് നിനക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ? ദൈവം നീ ലജ്ജിതനാകാൻ എപ്പോഴെങ്കിലും അനുവദിച്ചോ? അവൻ പറയും, എന്ത് പോഷത്വം, നീ എന്തായി പറയുന്നു? കർത്താവ് എന്നോടൊപ്പം നിന്നു. ഞാൻ ശക്തനായ ഒരു ക്രിസ്ത്യാനിയായി. ആ അടിയും കല്ലേറും തടവറയും ഒന്നും ഞാൻ അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ അശക്തനായ ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയായി ഭൂമിയിൽ ജീവിച്ചേനെ. ജീവിതത്തിൽ പരീക്ഷകളിൽ കൂടെ കടന്നു പോകാത്ത ക്രിസ്ത്യാനികൾ ബലഹീനരും അശക്തരുമായിരിക്കും, ഒന്നിനും പ്രയോജനമില്ലാത്തവർ. അവർ സഭയിൽ വന്ന് പാട്ടൊക്കെ പാടി തിരിച്ച് വീട്ടിൽ പോകും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രിസ്ത്യാനിയാകണോ? എനിക്ക് ആഗ്രഹമില്ല. ഇല്ല. ഞാൻ പറയും, കർത്താവെ, ഞാൻ പൗലോസിനെ പോലെ പൂർണ്ണഹൃദയമല്ലാത്തവനായതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളിലോടൊന്നും കടന്നു പോകാതിരുന്നത്. എന്നാലും പിശാചിൻ്റെ മുമ്പിൽ ഞാൻ കടന്നുപോയിട്ടുള്ള ആ ചെറിയ പരീക്ഷകളിൽ ഞാൻ വിശ്വസ്തനായിരുന്നു നിനക്ക് തെളിയിക്കാൻ കഴിയും. പ്രിയ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പിശാചിന് നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് ദൈവം പറയുമോ, എൻ്റെ ഈ മകൻ അല്ലെങ്കിൽ എൻ്റെ ഈ മകൾ, അവരോട് നീ എന്തു തന്നെ ചെയ്താലും എന്നിലുള്ള അവരുടെ വിശ്വാസം നിനക്ക് തകർക്കാൻ കഴിയില്ല. എന്ത് സംഭവിച്ചാലും അവരെന്നെ സ്തുതിക്കും. കൈ ഉയർത്തിക്കൊണ്ട് ഞാൻ പറയും, കർത്താവെ, എനിക്ക് അങ്ങനെ ആകണമെന്ന്. അതിൻ്റെ ഫലം എന്തു തന്നെ ആയിരുന്നാലും അതിന് മനസ്സില്ലെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തരുത്. ഞാൻ ദൈവത്തിന് മുമ്പാകെയാണ് ഇത് പറയുന്നത്. എന്നാൽ നിങ്ങൾക്കങ്ങനെ ആകണമെങ്കിൽ നമ്മളിവിടെ പാട്ടുകൾ പാടുമ്പോൾ സമർപ്പണത്തിൻ്റെ എത്ര ആഴമുള്ള പാട്ടുകളാണ് നാം പാടുന്നത്. സർവവും യേശുദാസനായി സമർപ്പിക്കുന്നു. ഈ പാട്ടൊക്കെ പാടുമ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുക. നിങ്ങൾ തനിയെ രാത്രിയിൽ കിടക്കയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി, കർത്താവെ, അങ്ങനെ ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുമെന്ന് പറയാം. ഇവിടെ നിങ്ങളുടെ കൈകൾ ഉയർത്താൻ ഞാൻ പറയുന്നില്ല. ഇവിടെ ഉയർത്തിയാൽ നിങ്ങൾക്ക് ബഹുമാനം കിട്ടും. നിങ്ങൾ തനിയായിരിക്കുമ്പോൾ നിങ്ങളുടെ കൈ ദൈവത്തിൻ്റെ മുമ്പാകെ ഉയർത്തുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പല സമയങ്ങളും ഞാൻ കിടക്കയിൽ ഏകനായിരുന്നപ്പോഴാണ്. എന്നെക്കുറിച്ചുള്ള നിൻ്റെ ആഗ്രഹം അതെൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകണം. എനിക്ക് ഒറ്റ ജീവിതമേ ഉള്ളെന്ന് എനിക്കറിയാം. എൻ്റെ സ്നേഹവും സമർപ്പണവും അറിയിക്കാൻ ഈ ഒരൊറ്റ ആയുസ് മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു ജീവിതത്തിൽ എനിക്ക് പൂർത്തിയാക്കണം. ഞാൻ വിശ്വാസമുള്ള ഒരു മനുഷ്യനല്ല, എന്നാൽ എനിക്കങ്ങനെ ആകണം. പറയുക, കർത്താവെ, എനിക്ക് വിശ്വാസമില്ല, കർത്താവെ, എനിക്ക് വിശ്വാസം തരണേ. അവൻ തരും. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ഞാൻ എല്ലാ ദിവസവും അവിടുത്തെ വചനം വായിക്കും. അങ്ങയെ കേൾക്കാൻ എന്നെ സഹായിക്കണേ. അങ്ങനെ ആ വിശ്വാസം എനിക്ക് തരണേ. അതുകൂടാതെ അങ്ങേ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിശ്വാസം കൂടാതെ അങ്ങേ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. എനിക്കത് വേണം. എനിക്കിതിനെ പ്രസാദിപ്പിക്കണം. ഞായറാഴ്ച രാവിലെ പാട്ട് പാടിയല്ല എനിക്ക് അങ്ങേ പ്രസാദിപ്പിക്കേണ്ടത്. സ്ഥിരമായി സഭയിൽ കടന്നു വരുന്നത്, ബോക്സിൽ പൈസ ഇടുന്നതൊന്നുമല്ല. അല്ല, വിശ്വാസത്താൽ അങ്ങേ പ്രസാദിപ്പിക്കണം. മറ്റു കാര്യം ഒന്നും ചെയ്തില്ലെങ്കിലും. അതുകൊണ്ട് അങ്ങേ കേൾക്കാൻ എന്നെ സഹായിക്കണേ. എന്നിൽ വിശ്വാസമുണ്ടാക്കുന്ന ആ കേൾവി, എന്ത് സംഭവിച്ചാലും അങ്ങേക്ക് വേണ്ടി നിൽക്കാനുള്ള വിശ്വാസം. സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കണം. ദൈവം നല്ലവനാണ്. ഇതുപോലെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം. നിങ്ങളുടെ ജീവിത അവസാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല. ദൈവത്തിനു വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കും. അനേകരെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. 60 കൊല്ലം മുമ്പ് ദൈവം എന്നെ വിളിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതി എന്താണെന്ന്, എന്നെ എങ്ങനെ ഉപയോഗിക്കുമെന്ന്. ഞാൻ 24 വയസ്സ് മാത്രമുള്ളൊരു ചെറുപ്പക്കാരൻ. ഇത്രയും ഞാൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് അങ്ങേക്കായിട്ട് ജീവിക്കണം. ഇന്ന് ഞാൻ തിരിഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങയുടെ ആ വിളിക്ക് ഞാൻ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ അതെനിക്ക് എന്തു വലിയ നഷ്ടമാകുമായിരുന്നു. വിശ്വാസത്താൽ നടക്കാൻ ഞാനന്ന് തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങയുടെ വിളി മറ്റൊരു ദൈവമനുഷ്യനാൽ അത് സ്ഥിരീകരിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ നശിപ്പിക്കുമായിരുന്നു. കർത്താവിൻ്റെ ശരീരത്തിനായിട്ട് നന്ദി. അതാണ് എന്നെ സൂക്ഷിച്ചത്. കർത്താവിൻ്റെ ശരീരത്തെ വിലമതിക്കാൻ പഠിക്കുക. അത് ഈ സഭയിൽ വന്നിരിക്കുന്ന കാര്യമല്ല. അതിനോട് ഒന്നായി തീരുക. മറ്റുള്ളവരോട് ചേർന്ന് ഈ ശരീരം, അതിൻ്റെ ഓരോ അവയവവും മറ്റൊരവയവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ചെന്നാൽ മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ലബോറട്ടറികളുണ്ട്. അവിടെ മെഡിസിൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കും. അവിടെ മുറിച്ച ശരീര അവയവങ്ങളുണ്ട്. കാരണം അവർക്ക്
ശരീരത്തെക്കുറിച്ച് പഠിക്കണം. കാല്, കൈ, തല, ഇങ്ങനെ പല അവയവങ്ങൾ. അവ തമ്മിൽ ബന്ധമില്ല. എല്ലാം ശരീരത്തിൻ്റെ അവയവമാണ്. കാല്, കൈ, കണ്ണ്, മൂക്ക്, ആന്തരിക അവയവങ്ങൾ എല്ലാം മരിച്ചതാണ്. ഇതുപോലാണ് പല സഭയും. തമ്മിൽ ബന്ധമില്ല. ഒരു കയ്യ്, ഒരു കാല്, ഒരു കണ്ണ്, ഒരു ചെവി, എന്നാൽ തമ്മിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ശരീരത്തിലൊരു അവയവമാണ്, നീയും ശരീരത്തിലൊരു അവയവമാണ്, അവനും ശരീരത്തിലൊരു അവയവമാണ്, ഇവനുമാണ്, എന്നാൽ ശരീരം തമ്മിൽ ഒരു ബന്ധവുമില്ല. അതല്ല ഒരു ശരീരം. ഓരോരുത്തരും സ്വതന്ത്രരാണ്. അവർ പറയുന്നു എനിക്ക് യേശുവുമായിട്ടാണ് ബന്ധം. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യവും നഷ്ടപ്പെടുത്തുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ കാണിച്ച ഒന്നാമത്തെ കാര്യം ഞാനൊരു ശരീരത്തിൻ്റെ ഭാഗമാകണമെന്നാണ്. ഒരു സ്വതന്ത്ര അവയവമല്ല. സഭയിൽ എന്നും കടന്നു വന്ന് കസേറ ചൂടാക്കുകയല്ല. ഞാൻ മറ്റുള്ളവരോടൊപ്പം പ്രവർത്തിക്കുന്ന ജീവനുള്ള ശരീരത്തിൻ്റെ ഒരു അവയവമായിരിക്കണം. എൻ്റെ സഹോദരീശ്വരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. അതിനല്പം ത്യാഗത്തിൻ്റെ ആവശ്യം വരും. നിനക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഈ കൈ, ഈ ശരീരം പോകുന്ന എല്ലായിടത്തും അതിനും പോകണം. നിനക്ക് പറയാൻ കഴിയത്തില്ല ഞാൻ പോകത്തില്ല എന്ന്. നീ ശരീരത്തോടൊപ്പമാണെങ്കിൽ ശരീരത്തോടൊപ്പം പ്രവർത്തിക്കണം. എന്നാൽ അതിൽ കൂടെ നീ വളരെ അനുഗ്രഹിക്കപ്പെടും. ഈ കൈക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ശരീരം മുഴുവനും അതിൻ്റെ രക്ഷയ്ക്കായിട്ട് വരും. ഈ ശരീരത്തിലായിരിക്കുന്ന മനോഹരമായൊരു കാര്യമാണ്. എൻ്റെ പ്രാർത്ഥന ഈ സഭ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ശരീരമായി തീരണമെന്നാണ്. ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.